Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 12. Prove there is no n belongs to n such that 0 less than n less than 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നമുക്കൊരു നാച്ചുറൽ നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 0 ലെസ് ദാൻ n ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ മീനിങ് 0നും 1നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണ്? വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n. നാച്ചുറൽ നമ്പേഴ്സിന്റെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n എന്നതിന്റെ മീനിങ് ഇതാണ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ലീസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് എടുത്തു 2, 5, 9, 15. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇതിലൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്, ആരാണ്? 2. ഇങ്ങനെ നമ്മൾ നോൺ എംപ്റ്റി ആയിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n പറയുന്നത്. ലെറ്റ് s equal to set of all n belongs to n such that 0 less than n less than 1. നമ്മൾ എന്ത് ചെയ്യുക, s എന്നുള്ള സെറ്റ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കുക. കണ്ടീഷൻ എന്താണ്? 0ക്കും 1നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ട് s നെ എടുക്കുക. ഓക്കെ, ഇഫ് s ഈസ് നോൺ എംപ്റ്റി, s എംപ്റ്റി അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ s ൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ദി വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n implies there is a least element m in s. സോ നമുക്ക് എന്ത് പറയാം, s ൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ s എന്നുള്ളത് എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരം ഈ s എന്നുള്ള സെറ്റിൽ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാകും. ആ ലീസ്റ്റ് എലമെന്റിനെ നമ്മൾ m എന്ന് പേര് കൊടുക്കാം. ഓക്കെ, however 0 less than m less than 1 implies that നമുക്ക് എന്ത് പറയാം, ഇവിടെ m എന്നുള്ള ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ m എന്നുള്ള എലമെന്റ് s എന്നുള്ള സെറ്റിൽ ഉണ്ടെങ്കിൽ ആ എലമെന്റ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ 0 ലെസ് ദാൻ m ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യും? s ലുള്ള m എന്നുള്ള ലീസ്റ്റ് എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? 0 ലെസ് ദാൻ m ലെസ് ദാൻ 1 നമുക്ക് എന്ത് കിട്ടും? 0 ലെസ് ദാൻ m സ്ക്വയർ ലെസ് ദാൻ m കിട്ടും. കാരണം 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പൊ ആ നമ്പറിനെക്കാട്ടിലും ചെറുതായിരിക്കും അതിന്റെ സ്ക്വയർ, പക്ഷെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് നമ്പർ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും അതിന്റെ സ്ക്വയർ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1/2 എന്നുള്ളത് എന്താണ്? 0നേക്കാൾ വലുതും 1നേക്കാൾ ചെറുതുമാണ്. നോക്കൂ, ഈ 1/2ന്റെ സ്ക്വയർ 1/2നേക്കാൾ ചെറുതായിരിക്കും. കാരണം എന്താ? ഇത് 1/4 ആണ്. 1/2നേക്കാൾ ചെറുതാണ് 1/4. ഓക്കെ, ഈ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ആൻഡ് സിൻസ് m സ്ക്വയർ ഈസ് ഓൾസോ ഇൻ s. നോക്കൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ m സ്ക്വയർ എവിടെ ഉണ്ടായിരിക്കും? അത് s ൽ ഉണ്ടായിരിക്കും. കാരണം ഇതേ ടൈപ്പ് ഇതാ, ഈ m ന്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് ചെയ്താം? m നേക്കാൾ വലുതാണ് 1. സോ ഇവിടെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? m നേക്കാൾ വലുതാണ് 1 എന്നുള്ളത് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നോക്കൂ, സോ 0 ലെസ് ദാൻ m സ്ക്വയർ ലെസ് ദാൻ m ലെസ് ദാൻ 1 കിട്ടി. ഓക്കെ, 0 ലെസ് ദാൻ m സ്ക്വയർ ലെസ് ദാൻ m എന്നാണ്. ഓക്കെ, ഇവിടെ m ലെസ് ദാൻ 1 ആണ്. സോ m ലെസ് ദാൻ 1 എഴുതാം. ഇത് നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ m സ്ക്വയർ ലെസ് ദാൻ ഡയറക്റ്റ് ലെസ് ദാൻ 1 എഴുതാം. ഓക്കെ, 0 ലെസ് ദാൻ m സ്ക്വയർ ലെസ് ദാൻ 1. നോക്കൂ, ഈ ടൈപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ടൈപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ n s ൽ ഉണ്ടാവും. അപ്പൊ m സ്ക്വയർ എവിടെ ഉണ്ട്? s ൽ ഉണ്ടെന്ന് കിട്ടി. സോ m സ്ക്വയർ s എന്നുള്ള സെറ്റിൽ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? m സ്ക്വയർ ഈസ് ഓൾസോ ഇൻ s. m സ്ക്വയർ എന്നുള്ള നമ്പർ s ൽ ഉണ്ട്. This is a contradiction to the fact that m is the least element of s. നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടിയ m നേക്കാൾ ചെറുതാണ് ആര്? m സ്ക്വയർ. നമ്മൾ അസ്യൂം ചെയ്തെന്തായിരുന്നു? m ആണ് ഇവിടുത്തെ ലീസ്റ്റ് എലമെന്റ്. അപ്പൊ m നേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ലീസ്റ്റ് എലമെന്റ് m സ്ക്വയർ എവിടെ ഉണ്ട്? s ൽ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, കാരണം m നേക്കാൾ ചെറുതെന്ന് പറയാൻ കാരണം m നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ ആയിരിക്കും m സ്ക്വയർ. ഓക്കെ, അപ്പോ നമ്മൾ m ആണ് ലീസ്റ്റ് എലമെന്റ് എന്നുള്ള കാര്യം തെറ്റി. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ s നോട്ട് എംപ്റ്റി എന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? s ഇവിടെ എംപ്റ്റി ആയിരിക്കും. s ൽ എലമെന്റ്സ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ s ൽ എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന n എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ്
എസിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ബി, പ്രൂവ് ദാറ്റ് നോ നാച്ചുറൽ നമ്പർ ക്യാൻ ബി ബോത്ത് ഈവൺ ആൻഡ് ഓഡ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ഒരേ സമയം ഈവണും ആവില്ല ഓടും ആവില്ല. അതായത് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈവൺ ആയിരിക്കും. ഒരേ സമയം ഓടും ഈവണും ആവില്ല. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? 2 ടൈംസ് ഇൻറ്റു ഒരു നമ്പർ. ഓക്കെ, സോ n എന്താണ്? ഈവൺ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ n നമുക്ക് എങ്ങനെ എഴുതാം? എന്നുള്ള നമ്പർ 2 ഇൻറ്റു ഒരു p എന്ന് എഴുതാം. ഇനി n എന്താണ്? ഓടും ആണെന്ന് വിചാരിക്കാം. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരു നമ്പർ 2 നോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 നോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതാണ് ഓഡ് നമ്പറിന്റെ ഫോം. സോ n ഓഡ് ആണെങ്കിൽ n എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സം q മൈനസ് 1 എഴുതാം. സോ n ഒരേ സമയം ഓടും ആണ്, ഒരേ സമയം ഈവൺ ആണെന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, സോ n എന്നുള്ളത് ഒരേ നമ്പർ ആയതുകൊണ്ട് ഈ 2p യും 2q മൈനസ് 1 ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഈ 2p ഈക്വൽ ടു 2q മൈനസ് 1 നമ്മൾ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. നോക്കൂ, ഈ 2q നെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. സോ 2p മൈനസ് 2q. ഓക്കെ, നോക്കൂ, ഇവിടെ ഈ മൈനസ് 1 ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തന്നെ കീപ്പ് ചെയ്തു. ഓക്കെ, നോക്കൂ, 2 നെ ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു ഇവിടുന്ന്. 2 രണ്ടിലുണ്ട്. സോ p മൈനസ് q ഈക്വൽ ടു മൈനസ് 1. 2 ഇൻറ്റു p മൈനസ് q ഈക്വൽ ടു മൈനസ് 1. ഞാൻ എന്ത് ചെയ്തു? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 2 ഇൻറ്റു ഈ p മൈനസ് q എന്നുള്ളത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ q മൈനസ് p ആകും. 2 ഇൻറ്റു q മൈനസ് p ഈക്വൽ ടു, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് എന്താ കിട്ടും? മൈനസ് 1 ഇൻറ്റു മൈനസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ പ്ലസ് 1 എഴുതിയാൽ മതി. ഓക്കെ, സോ 2 ഇൻറ്റു q മൈനസ് p ഈക്വൽ ടു 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 2p ഈക്വൽ ടു 2q മൈനസ് 1. അപ്പോ ഈ 2q നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പൊ ഇത് എന്തായിട്ട് മാറി? മൈനസ് 2q ആയിട്ട് മാറി. റൈറ്റ് സൈഡിൽ മൈനസ് 1 അതേപോലെ അവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ രണ്ടിലും 2 ഉണ്ടല്ലോ. ആ 2 നെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ 2 നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു പിന്നെ p മൈനസ് q എന്നാണ് അവിടെ ബാക്കി ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ടല്ലോ. മൈനസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മൊത്തത്തില് ഇക്വേഷനെ മൊത്തത്തിൽ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p മൈനസ് q എന്തായിട്ട് മാറും? അത് q മൈനസ് p ആയിട്ട് മാറും. ഇവിടെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1 ആയിട്ട് മാറും. അപ്പൊ 2 ഇൻറ്റു q മൈനസ് p ഈക്വൽ ടു 1 കിട്ടും. ആ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ 2 ഇൻറ്റു q മൈനസ് p ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? 2 എന്നുള്ള നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പൊ 1 നേക്കാൾ വലുതാണ് 2 നമുക്കറിയാം. അപ്പൊ 2 നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 നേക്കാൾ ചെറിയ 1 കിട്ടണമെങ്കിൽ ഈ q മൈനസ് p എന്തായിരിക്കണം? 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ q മൈനസ് p ലെസ് ദാൻ 1 എഴുതാം. ഓക്കെ, അപ്പോ q മൈനസ് p എന്താണ്? 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ ആണ്. ഇനി നോക്കൂ, ഈ p യും q നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ p യും q നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ q മൈനസ് p എന്തായിരിക്കും? ഒന്നുകിൽ നാച്ചുറൽ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റിജർ ആയിരിക്കും. ഓക്കെ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ p ഞാൻ എന്താണ്? p 1 ഉം q എന്താണ്? ഒരു 3 ആണ്. അപ്പൊ q മൈനസ് p എന്തായിരിക്കും? q മൈനസ് p എന്ന് പറയുമ്പോൾ 3 മൈനസ് 1. ഇത് 2. ഇതെന്താണ്? ഇത് നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ഇത് നോക്കൂ, ഞാൻ p നെ 3 ആയിട്ടും q നെ 1 ആയിട്ടും എടുത്തു. അപ്പൊ q മൈനസ് p എന്താണ്? q മൈനസ് p എന്ന് പറയുമ്പോൾ 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ അത് മൈനസ് 2 ആണ്. ഇതെന്താണ്? ഇത് ഇന്റിജർ ആണ്. ഓക്കെ, അപ്പോ p യും q നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് p മൈനസ് q മൈനസ് p എപ്പോഴും എന്തായിരിക്കും? q മൈനസ് p എപ്പോഴും ഒന്നുകിൽ നാച്ചുറൽ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റിജർ ആയിരിക്കും. പക്ഷെ നോക്കൂ, 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കണം. 0ക്കും 1നും ഇടയ്ക്ക് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. ഓക്കെ, അതുപോലെ ഇന്റിജേഴ്സും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ a എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് a എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ a എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രകാരം 0ക്കും 1നും ഇടയ്ക്ക് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? നാച്ചുറൽ നമ്പർ ഉണ്ടാവില്ല. അപ്പോ 0ക്കും 1നും ഇടയ്ക്ക് q മൈനസ് p എന്നുള്ളൊരു നമ്പർ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന a എന്നുള്ള നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ a എന്നുള്ള നമ്പർ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ മീനിങ് n ഒരേ സമയം ഓടും ആവില്ല, ഈവണും ആവില്ല. ഓക്കെ,